ഞാനൊരു ചരിത്ര പണ്ഡിതനല്ല എന്നുള്ളത് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റു പലർക്കും അറിയാം. ഞാൻ ചിലപ്പം ചരിത്രത്തിലൊന്ന് ചില അവസരങ്ങളിലൊന്ന് കൈകടത്താറുണ്ട് എങ്കിലും എന്തവകാശമെന്നുള്ളത് പോലും ചിന്തിക്കാൻ തക്കതായ തെളിവുകൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ വിഷയം പ്രധാനമായിട്ടും വേദശാസ്ത്രമാണ്, മറ്റ് മതങ്ങളാണ്. എന്നാൽ സമീപകാലത്ത് ഉണ്ടായ ചില ചർച്ചകളിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു എന്ന് മാത്രമേ എനിക്ക് ഇവിടെ നിൽക്കുവാൻ ഒരവസരമായിട്ട് യോഗ്യതയായിട്ട് കരുതുന്നുള്ളൂ. അതിൽ ഞാനൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് സമാരാധ്യനായ എൻ കെ ജോസ് അവറുകളുടെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്ന പുസ്തകം വായിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അവന് ഞാൻ നേരത്തെ വായിച്ചിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഞാൻ എൻ്റെ പ്രബന്ധമൊന്നും അവതരിപ്പിക്കുന്നില്ല, അത് മതി എന്ന്. അതിനൊരവസരം കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ അല്പം ഒരു ബാലിശമായ ഒരു ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. മലങ്കര നസ്രാണികളുടെ യഹൂദ പൈതൃകം. ഒരു കാര്യം കൂടെ ആമുഖമായിട്ട് പറയുകയാണ്. ഈ ബ്രാഹ്മണ പൈതൃകത്തിന് പകരമായിട്ട് ഒരു യഹൂദ പൈതൃകം കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ മറ്റൊരു ഉപരിവർഗത്തിന്റെ പിൻഗാമിത്വം മലങ്കരയിലെ നസ്രാണികൾ അവകാശപ്പെടുന്നു എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതിനോട് യോജിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു ശ്രേണി ചിന്തയല്ല ഇതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സാഹചര്യങ്ങളുടെയും ചില വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ഉള്ള നിഗമനങ്ങളിൽ നിന്ന് നമുക്കത് ഏകദേശം ധരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അക്കാര്യത്തിൽ ഞാൻ ശ്രീ അബ്രഹാം മെൻഹറിനോടും സമീപകാലത്ത് ചില കാര്യങ്ങൾ എഴുതിയ ഫാദർ ജോസഫ് ചീരനോടും മേനാച്ചേരി സാറും മറ്റ് പ്രഗത്ഭരായ ആളുകളും എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ അവഗണിച്ചുകൊണ്ടല്ല, പ്രത്യേകിച്ച് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം അരമണിക്കൂറാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ കോപ്പി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല എങ്കിൽ ഏതാനും ചില കോപ്പികൾ കൂടെ എൻ്റെ കയ്യിലുണ്ട്. ദയവായി ആരെങ്കിലും അതൊന്ന് കിട്ടാത്തവർക്ക് കൊടുക്കണം എന്നാണ് അപേക്ഷിക്കുന്നത്. സമീപകാല ചരിത്ര ഗവേഷണങ്ങളിൽ കൂടി ശ്രദ്ധേയമായ ചില നിഗമനങ്ങൾ മാർത്തോമ ക്രിസ്ത്യാനികളെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. മാർത്തോമ ക്രിസ്ത്യാനി എന്നുള്ള പദവും മലങ്കര നസ്രാണി എന്നുള്ള പദവും ഒരേ അർത്ഥമാണോ നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ഞാൻ ആ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നില്ല. തൽക്കാലം മാർത്തോമ ക്രിസ്ത്യാനികളിൽ നല്ലൊരു പങ്കും മലങ്കര നസ്രാണികൾ എന്ന വിഭാഗത്തിൽ പെടുന്നത് കൊണ്ട് ഞാനതിനെ തമ്മിൽ ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ ഇവിടെ വിവക്ഷിക്കുന്നു എന്ന് മാത്രം. അവയുടെ നിഗമനങ്ങള് രണ്ട് കാര്യങ്ങള് ഇവിടെ ഒന്ന് എടുത്തു പറയണം. ഒന്നാമത്തെ നിഗമനം, മലങ്കര നസ്രാണികൾ അഥവാ മാർത്തോമ ക്രിസ്ത്യാനികൾ യഹൂദന്മാരുടെ പിൻതലമുറക്കാരാണ് എന്നതാണ്. പിൻതലമുറ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ രക്തശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് അവരുടെ മാത്രമായിരിക്കുന്ന പിൻഗാമികളാണെന്നല്ല അർത്ഥമാക്കുന്നത്. യഹൂദ ബന്ധം രക്തബന്ധത്തിലും മറ്റു രീതിയിലും ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അതിനോട് മറ്റു പലതും ചേർന്ന് പോയിട്ടുണ്ടാവാം. തദ്ദേശീയമായ ഒരു സങ്കരവർഗമായിട്ട് മാറിയപ്പോഴും ഒരു യഹൂദ രക്തബന്ധം അവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഒന്നാമത്തെ നിഗമനം നൽകുന്നത്. രണ്ടാമത്തെ നിഗമനം, മാർത്തോമാ ശ്ലീഹ രക്തസാക്ഷിത്വം പ്രാപിച്ചത് മതഭ്രാന്തരായ ഹിന്ദുക്കളാലല്ല, പ്രത്യുത തീവ്രവാദികളായ യഹൂദന്മാരാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അവയിൽ ഒന്നാമത്തേത്, ദക്ഷിണ ഭാരതത്തിൽ ബ്രാഹ്മണരുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ക്രിസ്താബ്ദം 4-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് എന്നതും, രണ്ടാമത്തെ ചരിത്ര വസ്തുത, ഭാരതത്തിന്റെ പല തീരദേശ തുറമുഖങ്ങളിലും ഉൾനാടൻ കച്ചവട കേന്ദ്രങ്ങളിലും യഹൂദന്മാരുടെ കുടിയേറ്റം പലപ്പോഴായി നടന്നിട്ടുണ്ട് എന്നുള്ളതുമാണ്. എന്നാൽ 4-ാം നൂറ്റാണ്ടിന് മുൻപ് ബ്രാഹ്മണർ ദക്ഷിണ ഭാരതത്തിൽ ഇല്ലായിരുന്നത് കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരാണ് മാർത്തോമാ ശ്ലീഹായാൽ ആദ്യം ക്രിസ്ത്യാനികളായത് എന്ന് അനുമാനിക്കുന്നത് യുക്തിക്ക് ചേർന്നതല്ല. അതുപോലെ തന്നെ പലപ്പോഴായി യഹൂദന്മാരുടെ കുടിയേറ്റം നടന്നിട്ടുള്ളത് കൊണ്ട്
പണ്ട് തൊട്ടേ ക്രൈസ്തവ വിരോധമുണ്ടായിരുന്ന യഹൂദർ ഭാരതത്തിലെ ആദ്യ ക്രിസ്ത്യാനികളായി മാറിയെന്ന നിഗമനത്തിലെത്താനും എളുപ്പമല്ല. അഥവാ അങ്ങനെ ഒരു സംഗതി സത്യമാണെങ്കിൽ അതിന് കൂടുതൽ തെളിവുകളും സാധ്യതകളും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ നിന്നാണ് അല്പമായ ചില പഠനങ്ങൾ ഞാൻ നടത്തിയത്. പഠനങ്ങളുടെ അവസാനം എനിക്ക് പറയാൻ സാധിക്കുന്നത് മലങ്കര നസ്രാണികൾക്ക് ശക്തമായ ഒരു യഹൂദ പൈതൃകം ഉണ്ട് എന്ന് സമ്മതിക്കണം. അതൊരു കാരണവശാലും ഒരു ഉപരിവർഗ ചിന്തയിലേക്കല്ല നയിക്കേണ്ടത്. അത് ഒരു ചരിത്രപരമായ വസ്തുത എന്നുള്ള നിലയിൽ മാത്രം അംഗീകരിച്ചാൽ മതി. രണ്ടാമത്, ഇവിടെ മുൻപ് പുസ്തക പ്രകാശനം നടത്തിയ സമാരാധ്യനായ ശ്രീ പ്രൊഫസർ എബ്രഹാം അറയ്ക്കൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഭാരതത്തിന്റെ സാംസ്കാരികമായ ഒരു ചിന്തയിൽ, ഒരു പൈതൃകത്തില് ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തോട് കടുത്ത വിരോധം കാണിച്ചുകൊണ്ട് ഒരു വളരെ തീവ്രവാദപരമായ നിലപാടെടുക്കുമെന്ന് ചിന്തിക്കാൻ സാധ്യമല്ല. എന്നാൽ യഹൂദ പാരമ്പര്യത്തിൽ അത് പണ്ട് തൊട്ടേ ഉണ്ട്, തീവ്രവാദം. അതിന്റെ ഒരു പ്രകടനം ആയിരുന്നില്ലേ മാർത്തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ പിന്നിൽ എന്നുള്ളത് പ്രബലമായ നമുക്ക് ചർച്ച ചെയ്യുവാൻ അവകാശമുള്ള ഒരു കാര്യമാണെന്ന് എന്റെ ഒരു നിഗമനവും കൂടെ ആ കൂട്ടത്തിൽ ചേർക്കുകയാണ്. അതുകൊണ്ട് അതിലേക്ക് 1, 2, 3 സാധ്യതകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒന്ന്, ഭാരത ഉപഭൂഖണ്ഡത്തിലേക്കുള്ള യഹൂദ കുടിയേറ്റങ്ങളും ഭാരതത്തിലെ യഹൂദ ജീവിത പരിണാമങ്ങളും. അത് വിശദമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടെ നമ്മളെല്ലാവരും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അതില് 1, 2 കാര്യങ്ങൾ ഒന്ന് പറയട്ടെ. 2ാമത്തെ പേജിലെ അവസാനത്തെ പാരഗ്രാഫ്. യഹൂദന്മാരിൽ നല്ല കൃഷിക്കാരും കച്ചവടക്കാരും ധാരാളം ഉണ്ടായിരുന്നു. പാശ്ചാത്യ നാടുകളിൽ പ്രിയമുള്ള വിഭവങ്ങൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുകയും പ്രത്യേകിച്ച് കുരുമുളക്, അതുപോലെ തന്നെയുള്ള പല വ്യഞ്ജനങ്ങൾ, അവയെ ശേഖരിച്ച് കച്ചവട തുറമുഖങ്ങളിലും കേന്ദ്രങ്ങളിലും എത്തിക്കുകയും ചെയ്യുന്ന ജീവിതശൈലി ഏറെക്കുറെ സ്ഥിരവാസത്തിൻ്റെതായിരുന്നു. അവരിവിടെ സ്ഥിരതാമസം ഉറപ്പിച്ചിരുന്നു എന്നുള്ളത് ചിന്തിക്കുവാൻ. സ്വന്തം നാട്ടിൽ നിന്നും വംശത്തിൽ നിന്നും ജീവിത പങ്കാളികളെ കിട്ടാതെ വന്നപ്പോൾ മറ്റേതൊരു സ്ഥലത്തും എന്ന പോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും യഹൂദേതരുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതൊരു ചരിത്ര വസ്തുതയാണ്. യഹൂദന്മാർ എല്ലായിടത്തും എല്ലായ്പ്പോഴും വംശശുദ്ധി പാലിച്ചിരുന്നു എന്ന് പറയാൻ പറ്റും. അവരിൽ ഒരു വിഭാഗം അങ്ങനെയുള്ള ഒരു തീവ്രമായ നിലപാടുണ്ടായിരുന്നുവെങ്കിലും അതിൽ ഭൂരിപക്ഷം ആളുകളും അത് സാധിക്കാതെ മറ്റുള്ള ജാതികളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് ഇവിടെയും നടന്നു. കാരണം മനുഷ്യവർഗങ്ങളുടെ ചരിത്രത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. നിലനിൽപ്പിന്റെ പോരാട്ടത്തിന് ശേഷം സ്വതന്ത്രമായൊരു ജീവിത സാഹചര്യത്തിൽ മാത്രമേ വംശീയ വിശുദ്ധിയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കൂ. ഉപനിഷത്തുകളിൽ ഒരിടത്ത് തമാശയ്ക്ക് പറയുന്നുണ്ട്, ഒരു ബ്രാഹ്മണൻ പട്ടിണി കിടന്ന് അവസാനം ഈ ആനകളെ ഒക്കെ പാപ്പാന്മാര് താമസിക്കുന്നിടത്ത് ചെന്ന് അല്പം ഭക്ഷണം ചോദിച്ചു. വിശന്ന് കിടക്കുന്നതായതുകൊണ്ട്, വല്ലാണ്ട് വിഷമിച്ചത് കൊണ്ട് അവർ ഭക്ഷണം നൽകി. അദ്ദേഹം ഭക്ഷണം ആർത്തിയോടെ കഴിച്ചു. അത് കൊണ്ട് വയറ് നിറഞ്ഞപ്പോൾ അവരിൽ ഒരു സ്ത്രീ കൊണ്ടുവന്ന് വെള്ളം കൊടുത്തപ്പോൾ അദ്ദേഹം പറയും, നമുക്ക് അശുദ്ധിയാണിത്, താഴ്ന്ന ജാതിക്കാരിൽ നിന്ന് വെള്ളം സ്വീകരിക്കുക നമുക്ക് അശുദ്ധിയാണ് എന്ന്. പക്ഷെ ഭക്ഷണം കഴിക്കുന്നതിന് അശുദ്ധി തോന്നിയില്ല. ഇതുപോലെ നമുക്ക് നിലനിൽക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമായ നടപടികൾ എടുക്കുക എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകളിലും എത്ര തീവ്രമായ നിലപാടുള്ളവരാണെങ്കിലും നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. 2 കാര്യങ്ങളിൽ യഹൂദ തലമുറകൾ ലോകമെമ്പാടും തങ്ങളുടെ തനിമ കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒന്ന്, തദ്ദേശീയ ഭാഷയോടൊപ്പം തങ്ങളുടെ സെമിറ്റിക് ഭാഷാ പൈതൃകം സൂക്ഷിക്കുന്നതിൽ. അങ്ങനെ അരമായ എബ്രായ ഭാഷകള് അവരെ സംസാരിച്ചു കൊണ്ടിരുന്നു തദ്ദേശീയമായ ഭാഷകളോടൊപ്പം. 2 കൽപ്പാളികൾ ചേർത്തുണ്ടാക്കിയ അറകളിൽ ശവസംസ്കാരം നടത്തുന്ന ഒരു രീതി അവരെന്തുകൊണ്ടോ പാലിച്ചിരുന്നു. കച്ചവട ഇടനിലക്കാരാകുവാൻ ഭാഷാ പൈതൃകം അവരെ സഹായിച്ചുവെങ്കിൽ ലോകത്തിൽ എവിടെയെല്ലാം യഹൂദ കോളനികൾ ഉണ്ടായിരുന്നു എന്ന് തീരുമാനിക്കുവാൻ
യഹൂദ കല്ലറകളും ശ്മശാന അവശിഷ്ടങ്ങളും ഇന്നും ഗവേഷകരെ സഹായിക്കുന്നു. ഈ ഒരു ചരിത്ര ഘടകത്തെയാണ് അബ്രഹാം മെൻഹർ തന്നങ്ങാടി എന്ന് പറയുന്ന പദവുമായിട്ട് ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്നത്. യഹൂദ കുടിയേറ്റങ്ങൾ ദക്ഷിണ ഭാരതത്തിൽ നടന്നതിനെ കുറിച്ച് അതിന്റെ സാഹചര്യവും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അത് ഇവിടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. യഹൂദ നേതാവായ ജോസഫ് റബ്ബാൻ, അദ്ദേഹത്തിന് ഒരു ചെപ്പേട് കിട്ടിയതിന്റെ കാര്യം നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാര് നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ വന്നപ്പോൾ അവരെ സ്വീകരിച്ചു, അവർക്ക് വേണ്ടതായ മാന്യത നൽകി, അവരെ കരുതി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളതായ ഒരു സമൂഹം നിശ്ചയമായിട്ടും ഇവിടെ ഒരു ഉന്നത ജാതിയായിട്ട് കരുതപ്പെട്ടു. അവരിൽ നിന്ന് കൂടി ക്രിസ്ത്യാനികളായവരായതുകൊണ്ട് ആ ക്രിസ്ത്യാനികളെ അന്നു തന്നെ ഒരു ഉന്നത വർഗമായിട്ട് കണ്ടിരുന്നതിനെ പിൽക്കാല ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ പിന്നോട്ട് നോക്കുമ്പോൾ അത് ബ്രാഹ്മണരായിരുന്നു എന്ന് അനുമാനിക്കുവാൻ അനന്തകൃഷ്ണയ്യർ പോലെയുള്ള ആന്ത്രോപോളജി ഓഫ് സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തുടങ്ങി, അല്ലെങ്കിൽ അതിനു മുമ്പോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുമ്പോൾ അതിന്റെ പിന്നിലെ ഈ ഒരു സാധ്യത യഹൂദന്മാർക്ക് ലഭ്യമായിരിക്കുന്ന ഒരു ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനം, അതിന്റെ പിന്തുടർച്ച ക്രിസ്ത്യാനികൾക്കും കിട്ടി, അവർക്കും ചെപ്പേടുകൾ ലഭ്യമായതിന്റെ വെളിച്ചത്തിൽ ആ ഒരു ഉപരിവർഗ ചിന്ത ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടായി എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ 3 സാധ്യതകളും മൂന്നാമത്തേതിന്റെ പ്രത്യേക പ്രാധാന്യം എന്നുള്ള ഭാഗത്തേക്ക് ഞാനിന്ന് കടക്കുകയാണ്. 5-ാമത്തെ പേജ്. യഹൂദർക്ക് ഭാരതത്തിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളാണ് ചിലവൊക്കെ തൊട്ട് മുമ്പ് ചൂണ്ടിക്കാട്ടിയത്. മാർത്തോമ ക്രിസ്ത്യാനികളും ഭാരതത്തിലെ യഹൂദരും തമ്മിലുള്ള ബന്ധത്തിൽ മേൽപ്പറഞ്ഞ ചോദ്യങ്ങളെ സമീപിക്കുമ്പോൾ 3 സാധ്യതകൾ കാണുന്നു. 1, ഭാരതത്തിലേക്ക് കുടിയേറിയ ഭൂരിപക്ഷം യഹൂദരും തദ്ദേശീയരുമായി, അത് ദ്രാവിഡ വർഗക്കാര് തന്നെയായിരിക്കണം, സങ്കരജാതിയായി പരിണമിച്ച് അവരുടെ സ്വത്വം നഷ്ടപ്പെട്ടു. ഇന്നത്തെ 10ാം വംശജരും തോടരും ഈ ഗണത്തിൽ പെടാം. 2, യാഥാസ്ഥിതിക മനോഭാവത്തോടെ വംശീയവും മതപരവുമായ സ്വത്വം കാത്തുസൂക്ഷിക്കുവാൻ ശ്രമിച്ച യൂത മാപ്പിളമാർ ഒരു ന്യൂനപക്ഷമായി മാറുകയും 1948 മെയ് 15 ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വരാനിടയായതോടുകൂടി അവിടേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. സ്വന്തം സമൂഹത്തിന്റെ ഭാരതത്തിലെ അപജയത്തിന്റെ മൗനദുഃഖം ഈ ജനത്തിന് ഉണ്ടായിരുന്നു. സ്വന്തം സമൂഹം ഭിന്നിച്ചതിന്റെ വേദന, അവർ തന്നെ 2 അല്ലെങ്കിൽ 3 ഭിന്നിച്ചു എന്നുള്ള ചരിത്ര വസ്തുതയാണ്. വെളുത്തവരും കറുത്തവരുമായ യഹൂദരുണ്ടായിരുന്നു. ഈ 2 ഗണത്തിൽ നിന്നും ക്രിസ്ത്യാനികളായവരുണ്ട്. ആ ക്രിസ്ത്യാനികൾ ഓരോ സാഹചര്യം കൊണ്ട് കൂടുതൽ പ്രബലപ്പെട്ടു വന്നു. ഇതിന്റെ ആത്മരോഷം ക്രിസ്ത്യാനികളായ കച്ചവടക്കാർ അറബി കച്ചവടക്കാരുമായി നല്ല ബന്ധത്തിൽ കച്ചവട കുത്തകകൾ കാത്തുസൂക്ഷിക്കുമ്പോൾ തങ്ങൾക്കുണ്ടായിരുന്നത് പലതും നഷ്ടമായതിന്റെ വേദന, ഇങ്ങനെ പലതും ഒരു രക്ഷപ്പെടലിന്റെ മനഃശാസ്ത്രത്തിന് വഴിയൊരുക്കി കാണും അവർ തിരിച്ചു പോകുവാൻ. 3, ഭാരതത്തിന്റെ ഉത്തരഭാഗങ്ങളിലെ യഹൂദരിൽ നിന്ന് വ്യത്യസ്തമായി ദക്ഷിണ ഭാഗത്തെ യഹൂദരിൽ നല്ലൊരു പങ്ക് ക്രിസ്ത്യാനികളായി തീർന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം യഹൂദരുടെ സംഖ്യ കുറഞ്ഞു വന്നത്. ഒരു തദ്ദേശീയ ജനവിഭാഗമായി മാറുന്നതിനും കൃഷി, കച്ചവടം, ആയോധന കല എന്നിവയിൽ പ്രാവീണ്യം നേടുന്നതിനും അവർക്ക് സാധിച്ചു. തദ്ദേശീയ ജനങ്ങളിലെ ഉന്നത വർഗങ്ങളുമായി അവർക്ക് സാമൂഹ്യ ജീവിതം പങ്കിടുവാൻ താല്പര്യവുമായിരുന്നു. അങ്ങനെ നസ്രാണി മാപ്പിളമാർ അഥവാ മാർത്തോമ ക്രിസ്ത്യാനികൾ യഹൂദ ദ്രാവിഡ ജനവിഭാഗങ്ങളുടെ സങ്കര സമൂഹമായി കണക്കാക്കപ്പെടണം. ഇങ്ങനെ ഉള്ള ഒരു നിർദ്ദേശം എന്റെ പരിമിതമായ അറിവിനുള്ളിൽ ഇവിടെ വെക്കുകയാണ്. അത് എബ്രഹാം മെൻഹർ അപ്രകാരം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമല്ല. മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അറമായ അഥവാ സുറിയാനി താല്പര്യം, പഴയ നിയമ പേരുകളോടുള്ള പൈതൃക ബന്ധം, ഇങ്ങനെ പലതും ഒരു യഹൂദ രക്തബന്ധത്തിന്റെ സൂചന നൽകുന്നു. ഇത് കൂടുതൽ ചർച്ചയ്ക്ക് വിഷയീഭവിക്കട്ടെ. രക്തബന്ധത്തിന്റെ രസം കൊല്ലുന്ന ചോദ്യങ്ങളും രസമൂറുന്ന ന്യായങ്ങളെന്ന് പറയുന്ന ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ യഹൂദ പൈതൃകം രസകരമായൊരു സമസ്യയാണ്.
അനാവരണം ചെയ്യുന്നത്. പക്ഷേ രസം കൊല്ലുന്ന ചില ചോദ്യങ്ങൾ ആ സമസ്യയുടെ ഭാഗമാണ് താനും. മലങ്കര ക്രിസ്ത്യാനികളുടെ മാർത്തോമാ പൈതൃകം വളരെ പുരാതനവും ശക്തവുമായ തദ്ദേശീയ മൊഴി പാരമ്പര്യമാണ്. പുരാതനമായി മൊഴി പാരമ്പര്യത്തോട് ചേർന്ന് ഒരു യഹൂദ ബന്ധം കൂടി ഇതുവരെയും പറഞ്ഞു കേൾക്കാത്തത് എന്തുകൊണ്ട് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. യഹൂദ ബന്ധത്തിന് പകരം ബ്രാഹ്മണ കുടുംബ ബന്ധം പ്രബലമായത് എന്തുകൊണ്ട് എന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. ലഭ്യമായിട്ടുള്ള പുരാതന സന്ദർശന വിവരങ്ങളിൽ ഒന്നും മലബാർ തീരത്തെ ആദിമ ക്രിസ്ത്യാനികൾ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെന്ന് സൂചിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നത് മൂന്നാമത്തെ ചോദ്യമാണ്. ഇതും ഇതുപോലെയുള്ള മറ്റനേകം ചോദ്യങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തില് ഒരു 11 കാര്യങ്ങൾ, 10 കാര്യങ്ങൾ ഞാനിവിടെ കുറിച്ചിട്ടുള്ളൂ. 11ാമത്തത് ഞാൻ പറഞ്ഞുകൊള്ളാം. 1, മാർത്തോമാ ക്രിസ്ത്യാനികൾ യഹൂദ പൈതൃകമുള്ളവരായിരുന്നുവെങ്കിലും ശുദ്ധമായ യഹൂദ വംശീയ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുവാൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം യഹൂദ പരിച്ഛേദനയോ വംശാവലി പെരുമയോ ഒന്നും ക്രൈസ്തവ സുവിശേഷ പ്രകാരം പ്രധാനപ്പെട്ടത് ആയിരുന്നില്ല. മറ്റ് ലോകത്തിന്റെ ഭാഗങ്ങളിൽ ഇവിടെ എഴുതിയിട്ടുള്ള കാര്യമല്ല, പോയി മറ്റ് ജനവിഭാഗവുമായിട്ട് ചേർന്നിട്ടുള്ള യഹൂദന്മാരുടെ ചരിത്രത്തിലും ഇത് തന്നെയാണ് സംഗതി. തദ്ദേശീയ ജനവിഭാഗങ്ങളുമായി കൂടിക്കലർന്ന യഹൂദ സങ്കര ജാതിക്ക് യഹൂദ പശ്ചാത്തലം ഉയർത്തിപ്പറയുവാൻ ഒട്ടും താല്പര്യം തോന്നിക്കാണില്ല. അതുകൊണ്ട് അവരവരുടെ അടുത്ത തലമുറയോട് പറഞ്ഞിട്ടുമില്ല. 2, നിലവിലിരുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഹിന്ദു സമൂഹത്തിലെ ഉപരിവർഗങ്ങളുമായുള്ള ബന്ധത്തിന് കൂടുതൽ വില കൽപ്പിച്ചിരുന്നതിനാൽ ചരിത്രങ്ങൾ എഴുതിയ കാലഘട്ടത്തിൽ ഉന്നത സ്ഥാനീയരായിരുന്ന ജനവിഭാഗങ്ങളോട് ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ബ്രാഹ്മണരായിരുന്നു നിങ്ങൾ ധരിച്ചു പോയതായിരിക്കണം. 3, മലബാർ തീരം സന്ദർശിച്ചവരുടെ കുറച്ചൊക്കെ വിവരങ്ങൾ ലഭ്യമായത് താരതമ്യേന മധ്യകാലഘട്ടത്തിൽ നിന്നൊക്കെയാണ്. അന്ന് യഹൂദ ബന്ധം ഒരു വിഷയമേ അല്ലായിരുന്നു. കാരണം ഈ യഹൂദന്മാരുടെ പിൻതലമുറകൾ ആയിക്കഴിഞ്ഞിരുന്നു. അപ്പൊ പിന്നെ അന്നത്തെ ചരിത്രത്തില് ഈ യഹൂദ ബന്ധം ഒന്നും എഴുതാനായിട്ട് ആർക്കും പറയാനില്ലായിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തും യഹൂദ ക്രിസ്ത്യാനികളുടെ പിൽക്കാല ചരിത്രത്തിൽ യഹൂദ ബന്ധം ഒട്ടും പ്രധാനപ്പെട്ടതായി കാണുന്നില്ല താനും. ഉദാഹരണത്തിന് ഇവിടേക്ക് മലങ്കരയിലേക്ക് വന്ന കുടിയേറ്റം, പേർഷ്യൻ കുടിയേറ്റം, ആ പേർഷ്യൻ കുടിയേറ്റം ആരുടേതായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് പേർഷ്യയിൽ താമസിച്ചിരുന്ന യഹൂദന്മാര് ക്രിസ്ത്യാനികളായതിന്റെ പിൻഗാമികളുടെ കുടിയേറ്റമാണ്. സിറിയൻ വംശത്തിൽപ്പെട്ട, അറബി വംശത്തിൽപ്പെട്ടവരല്ല ഇങ്ങോട്ടേക്ക് കുടിയേറിയത് എന്ന് വളരെ പ്രബലമായിരിക്കുന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. അവരാരും അവരുടെ ചരിത്രത്തില് ഒരു യഹൂദ പാരമ്പര്യം പിന്നീട് പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യവും വന്നിട്ടില്ല. പാന്റീനസ് വന്നപ്പോൾ എബ്രായ ഭാഷ, 4ാമത്തെ കാര്യം, പാന്റീനസ് വന്നപ്പോൾ അല്ലെങ്കിൽ അലക്സാന്ദ്രിയയിലെ വേദശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രത്തിന്റെ തലവനായിരുന്ന പാന്റീനസ് വന്നപ്പോൾ എബ്രായ ഭാഷയിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം കണ്ടതായി പറയപ്പെടുന്നതിൽ നിന്ന് ഊഹിക്കാവുന്നത് ഒരുപക്ഷെ എബ്രായ അഥവാ അറമായ ഭാഷ പരിചിതമായ ഒരു സമൂഹം ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണല്ലോ. 5, ഈ പാന്റീനസിനെ കുറിച്ച് പറയുന്ന യൂസേബിയസിന്റെ ചരിത്രത്തില് 5, യഹൂദർ യാഥാസ്ഥിതിക സമ്പ്രദായങ്ങളിൽ പൂണൂൽ പോലെയുള്ള ചരട് ധരിക്കുകയും കുടുമി പോലെ മുടി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. യഹൂദ കുടുംബ വ്യവസ്ഥയിൽ പുരുഷന് മുൻതൂക്കവുമുണ്ട്. യഹൂദർക്ക് വിവാഹത്തോടനുബന്ധിച്ച് കല്യാണപ്പാട്ടുകളും ചടങ്ങുകളും ഭവനത്തിലുണ്ട്. ഇവ പലതും പിൽക്കാല ബ്രാഹ്മണ സമ്പ്രദായങ്ങളുമായി സാമ്യമുള്ളതുമായി തീർന്നു. ഇതിനിടയിൽ യഹൂദ പാരമ്പര്യവുമായി വ്യക്തമായൊരു ബന്ധപ്പെടൽ നടന്നില്ല എങ്കിലും അത് ഒരു ചരിത്ര വസ്തുതയായിരുന്നിരിക്കണം. 6, മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പഴയ നിയമ പേരുകൾക്കുള്ള പ്രാധാന്യം, അറമായ സുറിയാനി പദങ്ങളോടുള്ള അടുപ്പം, അറിഞ്ഞോ അറിയാതെയോ ഒരു ഉപരിവർഗമെന്ന അവബോധം, ശരീരഘടനയിലും നിറഭേദങ്ങളിലും പണ്ടത്തെ വെളുത്ത ഇരുണ്ട യഹൂദവർഗങ്ങളോടുള്ള സാമ്യം എന്നിവ പരിഗണിച്ചാൽ ഒരു യഹൂദ ബന്ധം നിഷേധിക്കാൻ പറ്റില്ല. 7,
മലങ്കരയിൽ പ്രചാരത്തിലിരുന്ന റബ്ബാൻ പാട്ട് മാർത്തോമാൻ പെരുമയുമായി ബന്ധപ്പെടുന്നതായി റബ്ബാൻ പാട്ടിൽ തന്നെ 40 യൂതജനങ്ങളുമായി 1.5 വർഷങ്ങൾക്കുള്ളിടയിൽ മാമോദീസ കൈക്കൊണ്ടുവന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറയുന്നില്ല റബ്ബാൻ പാട്ട് പുരാതനമായ പാട്ടോ പുരാതന മലയാളമോ അല്ല, അത് ഒത്തിരി താരതമ്യേന അടുത്ത കാലത്ത് ഉണ്ടായതിനെ ആയിരിക്കണം. പക്ഷേ അവിടെ വ്യക്തമായിട്ട് യഹൂദര് എന്ന് പറയുന്നുണ്ട്. 8 ജനനം മരണം മുതലായവയോട് ബന്ധപ്പെട്ട് മലങ്കര നസ്രാണികൾ പാലിച്ചു പോകുന്ന ചില ശുദ്ധി സങ്കല്പങ്ങൾ യഹൂദരുടെ ശുദ്ധി സങ്കല്പങ്ങളുമായി സാമ്യമുള്ളതാണ്. 4-ാം നൂറ്റാണ്ടിന് ശേഷം ചേരനാട്ടിൽ ശക്തമായി കടന്നു വന്ന നമ്പൂതിരിമാരുമായുള്ള നസ്രാണികൾക്ക് പല കാര്യങ്ങൾക്കും സമാനതയുണ്ടായി. ഈ സമാനത നമ്പൂതിരിമാരുമായി നസ്രാണികളെ ബന്ധിപ്പിച്ച് ചരിത്രം മെനയുവാൻ ഇടയാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം 1906 വി നാഗമയ്യ ട്രാവൻകൂർ സ്റ്റേറ്റ് മനുവലിൽ മാപ്പിള നസ്രാണികൾ നമ്പൂതിരി കുടുംബങ്ങൾ മതം മാറിയവരാണെന്ന് പറയുന്നത്. 9 മാർത്തോമാ ശ്ലീഹ ആദ്യം സുവിശേഷം അറിയിച്ചത് വടക്കും തെക്കുമുള്ള ഇന്ത്യയിലെ യഹൂദരോടായിരുന്നു എന്ന വസ്തുതയെ സാധൂകരിക്കുന്നതാണ് ചരിത്രകാരന്മാരുടെ പലരുടെയും നിരീക്ഷണങ്ങൾ. ചിലത് പേരുകൾ പറയുന്നതിനകത്ത് അവര് മെയിനായിട്ട് പറയുന്നില്ലെങ്കിലും അവിടെയും ഇവിടെയും അവര് സ്പർശിക്കുന്ന കാര്യത്തിൽ നിന്ന്, അതിനകത്ത് അനന്തകൃഷ്ണയ്യരുടെ പുസ്തകം പോലും ക്ലോഡിയസ് ബുക്കാനന്റെയും ഇസനം പാറേട്ടിന്റെയും ഒക്കെ പുസ്തകങ്ങളില് ചില പരാമർശങ്ങളുള്ളത് ഇതിനെ സാധൂകരിക്കാവുന്നതാണ്. ഉത്തര കേരളത്തിലെ പാലൂർ ജൂതക്കുന്നിലെ സിനഗോഗ് ഭാരതത്തിലെ ആദ്യത്തെ ക്രിസ്തുമത ദേവാലയമായി തീർന്നുവെന്നും മതപരിവർത്തനം ചെയ്ത യഹൂദർ ആദ്യത്തെ ഭാരതീയ ക്രൈസ്തവരായി തീർന്നുവെന്നുമാണ് ഫാദർ ചീരൻ വാദിക്കുന്നത്. 10 മലങ്കര നസ്രാണികളുടെ നല്ലൊരു വിഭാഗത്തിന്റെ പ്രധാന പൈതൃകം യഹൂദമാണെന്ന് ഏറെക്കുറെ അനുമാനിക്കാമെങ്കിലും ദക്ഷിണ ഭാരതത്തിൽ 4-ാം നൂറ്റാണ്ടിന് മുമ്പ് ശക്തി പ്രാപിച്ചിരുന്ന ജൈന ബുദ്ധ വിഭാഗങ്ങളിൽപ്പെട്ട ദ്രാവിഡ ജനങ്ങളും ക്രിസ്തുമാർഗം സ്വീകരിച്ചുവെന്നും അവരെയും താരതമ്യേന പിൽക്കാലത്തെ പദത്തിന്റെ ഉപയോഗത്തിൽ നസ്രാണികൾ എന്ന് വിളിച്ചു വന്നിരുന്നു എന്നും വിചാരിക്കാവുന്നതാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ നസ്രാണികളെ സംബന്ധിച്ച് നടന്നിട്ടുള്ള ഒരു ടെസ്റ്റ് ശാസ്ത്രീയ പഠനങ്ങൾ അതിനെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ജനറ്റിക് ഒറിജിൻ ഓഫ് സിറിയൻ ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ, അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി ഇന്റർനാഷണൽ കോൺഫറൻസ് പേപ്പർ പ്രസന്റ് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാം. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഈ DNA വ്യക്തമായ ചില സ്പെസിഫിക് ഹാപ്ലോടൈപ്സ് കണ്ടെത്തി അത് തമ്മിൽ യഹൂദരും ഇവിടെയുള്ള ഈ നസ്രാണി പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളുമായിട്ട് കൂടുതൽ സാമ്യമുള്ളതാണ് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവസാനം എനിക്ക് പറയാനുള്ളത് സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ആദ്യം കുമ്പളക്കുഴി സാറ് പറഞ്ഞത്. ഈ യഹൂദന്മാർക്കുടെ സ്വഭാവം അവര് നല്ലതുപോലെ എന്റർപ്രൈസിങ്, അതുപോലെ തന്നെ ആ സ്വഭാവത്തിൽ വേറൊന്നും കൂടെ ഉണ്ട്, എന്നും തമ്മിലടിയാണ്. അതുകൊണ്ട് ആ ഒരു സ്വഭാവവും ഇവിടെയുള്ള നസ്രാണികളുടെ ജീവിതത്തിൽ ഉണ്ട്. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛനും പറഞ്ഞു. ഒരു വിഭാഗത്തിൽ തന്നെ ഇത് ലാറ്റിൻ പാരമ്പര്യം അല്ലെങ്കിൽ വെസ്റ്റേൺ പാരമ്പര്യമാണോ, ഇത് പൗരസ്ത്യ പാരമ്പര്യമാണോ, ഇത് ഭാരതീയമാണോ എന്ന് ചിന്തിക്കുന്ന വാദിക്കുന്ന ആളുകളും ഇത് ആരാണ് തലവനെന്നുള്ള വാദിക്കുന്ന ആളുകളും ഒക്കെ എന്നും ഈ വിഭാഗത്തിലുള്ളത് ഒരു പരിധി വരെ ഈ യഹൂദന്റെ പഴയ ഈ തമ്മിലൊരു സ്വഭാവം കൂടിയാണ് എന്നുള്ളത് കൊണ്ടും കൂടെ ഒരു ശകലം നമുക്കൊന്ന് ആത്മശോധനയ്ക്ക് വേണ്ടി ഈ ഒരു സാധ്യതയും ഈ യഹൂദ പാരമ്പര്യത്തിന്റെ പിന്നിൽ ഉള്ളത് കൊണ്ടാണെന്നുകൂടെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ അവസാനം പറഞ്ഞ അല്പം ബാലിശമായി തോന്നാമെങ്കിലും അതിനൊരു ശകല സാധ്യത ഉണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു.